നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇറാന്റെ മിസൈൽ സിറ്റിയെ കുറിച്ച് അമേരിക്കയ്ക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇറാൻ തങ്ങളുടെ രാജ്യത്ത് 14ഓളം ഭൂഗർഭ ടണലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതാണിപ്പോൾ മാധ്യമങ്ങളുടെ ഇടയിൽ ശ്രദ്ധേയമാകുന്നത്. ഈ ടണലുകളിൽ സൈനികർക്ക് മാസങ്ങളോളം, എന്തിന് വർഷങ്ങളോളം താമസിക്കാൻ സൗകര്യമൊരുക്കുന്ന രീതിയിലാണ് അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നത്. മിസൈൽ ടണലുകൾ എന്നാണ് പറയുന്നത്. ഈ ടണലുകളിൽ നിന്നും മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള സൗകര്യങ്ങൾ, നേരിട്ട് വിക്ഷേപിക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് പലയിടത്തും. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പരിപൂർണമായ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് സ്വിങ്ങിൽ നടന്നാൽ വലിയ തിരിച്ചടികൾ, വലിയ പ്രത്യാഘാതങ്ങൾ അമേരിക്ക ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരും. അമേരിക്കയ്ക്ക് യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അറിയില്ല. തുടങ്ങാൻ എളുപ്പമാണ് പലതും, എന്നാൽ അവസാനിപ്പിക്കുക അത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഇറാനെ മെരുക്കാൻ തൽക്കാലം കഴിയില്ല എന്നുള്ളതാണ് സത്യം. സൗദി അരാംകോ പറഞ്ഞതുപോലെ ഈ യുദ്ധം ഏപ്രിലിലേക്ക് നീണ്ടുപോവുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ വില സർവകാല റെക്കോർഡിലേക്ക് ഉയരും. ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ല എന്നുണ്ടെങ്കിൽ ലോകം ഇരുട്ടിലേക്കാകുന്ന നാളുകൾ വിദൂരമല്ല. കാരണം കൃത്യമായി പറഞ്ഞാൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ പ്രതികൂലമായി ബാധിക്കുകയാണ്. ലോകത്തെല്ലായിടത്തുമുള്ള ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ. അതിൽ ഇലക്ട്രോണിക് വാഹനങ്ങൾ ഒഴിച്ചാൽ മറ്റ് ഇന്ധനങ്ങളിൽ ഓടുന്ന ട്രക്കുകളായിരുന്നാലും അതല്ല കാർ, മറ്റ് സംവിധാനങ്ങൾ എന്തൊക്കെയായിരുന്നാലും അതൊക്കെ, അതിൻ്റെയൊക്കെ വിൽപ്പന വലിയ തോതിൽ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. വലിയ തോതിൽ സാമ്പത്തിക അരാജകത്വം പലരും നേരിടേണ്ടിയും വരും. അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അത്യാധുനിക സംവിധാനങ്ങൾ, അവരുടെ യുദ്ധ ടണലുകൾ, അതൊക്കെ ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഭൂഗർഭ അറകൾ കുഴിക്കുമ്പോൾ ആ ടണലുകൾ ഭൂമിയിൽ നിന്നും 60 മുതൽ 100, 150 മീറ്റർ താഴ്ചയിലുള്ള 6 മുതൽ 10 മീറ്റർ വരെ വീതിയിലുള്ള, അതിനകത്ത് തന്നെ മിസൈലുകൾ വഹിച്ചു കൊണ്ടുപോകാനുള്ള വാഹനങ്ങൾക്ക് വളരെ വ്യക്തമായി കടന്നു പോകാൻ, സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലാണ് അതിൻ്റെ പാതകളുള്ളത്. അതിൻ്റെ മതിലുകൾ, കോൺക്രീറ്റ് മതിലുകൾ, കൃത്യമായി പറഞ്ഞാൽ ഒരു ഉരുക്ക് കോട്ട പോലെ അതിനെ സംരക്ഷിക്കുകയാണ്. ഈ ടണലുകളിലേക്ക് പെട്ടെന്നൊരു പ്രത്യാക്രമണം നടത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഈ ടണലുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വർഷങ്ങളോളം എടുത്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട്. ഈ ടണലുകളെ തകർക്കുക അത്ര എളുപ്പമല്ല. ഇവിടെ നിന്ന് വരുന്ന മിസൈലുകൾ അമേരിക്കയുടെ ആകാശത്ത് നിറഞ്ഞു തുള്ളുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അമേരിക്കയുടെ ആകാശത്ത് നിരവധിയായ ഇറാൻ മിസൈലുകൾ കാണുന്നു. അമേരിക്കൻ എയർബേസുകൾ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലെയും അടിച്ചു തകർത്തുകൊണ്ട് ഇറാൻ സംഹാര താണ്ഡവം ആടുകയാണ്.